യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യം. ഇപ്രകാരം വചനം നമ്മോട് പറയുന്നു: പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. ഈശോയുടെ ദൈവപുത്ര സ്ഥാനത്തെക്കുറിച്ച് ഒന്നുകൂടെ ഊന്നി ഉറപ്പിച്ചുകൊണ്ട് ഈശോ തന്നെ പറയുന്ന വാക്കുകളാണ്. എന്താ ഈശോ പറയുക? പുത്രനെ കാണുകയും, ആരാ പുത്രൻ? അത് ഈശോ തന്നെയാണ്. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. അപ്പോൾ നമ്മെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടം, ദൈവപിതാവിൻ്റെ ഇഷ്ടം എന്താണ്? നമുക്ക് നിത്യജീവൻ ഉണ്ടാവണം. ആ നിത്യജീവൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുത്രനെ കാണണം, ഈശോയെ കാണണം. ഈശോയെ കാണുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം വായിച്ചുകൊണ്ട് വചനത്തിലൂടെ നമുക്ക് ഈശോയെ കാണാൻ പറ്റും. വചനം കേട്ടുകൊണ്ട്, എന്താ നമ്മൾ വചനത്തിൽ കേൾക്കുക? ഈശോ പറഞ്ഞ കാര്യങ്ങൾ, ഈശോയുടെ സ്വഭാവം, ഈശോ പ്രവർത്തിച്ച രീതി. അപ്പം അങ്ങനെ വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ഈശോയുടെ ചിത്രം തെളിയുക. അപ്പോൾ അങ്ങനെ ഈശോയെ കാണുക. ഇനി പിന്നെ നമ്മൾ ഈശോയെ കാണുക, അനുഭവിക്കുകയും ചെയ്യുന്നപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ, ഈശോയോട് സംസാരിക്കുമ്പോൾ. അത് പ്രാർത്ഥനയാണല്ലോ. ഈശോയോട് സംസാരിക്കുക, ഈശോയുടെ കൂടെ ആയിരിക്കുക, അത് പ്രാർത്ഥനയാണ്. അപ്പം അങ്ങനെ ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ, ഒപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം കേട്ട് ഈശോ എന്താ പറയണേ, ഈശോ എങ്ങനെയാണ് പ്രവർത്തിച്ചേ, ഈശോ എന്തൊക്കെയാണ് ചെയ്തേ, എന്തൊക്കെയായിരുന്നു ഈശോയുടെ സ്വഭാവ രീതികൾ. അപ്പം അങ്ങനെ വചനത്തിലൂടെ ഈശോയെ കണ്ട് മനസ്സിലാക്കി ഈശോയെ കാണുകയും ഈ വചനത്തിലൂടെ പ്രാർത്ഥനയോടൊക്കെ വെളിപ്പെടുന്ന ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ നമ്മൾ വിശ്വസിക്കണം, ഈശോ സർവശക്തനാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ഈശോയ്ക്ക് പറ്റും. ഈശോ ചില കാര്യങ്ങൾ നമ്മോട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈശോയുടെ വാക്കാത്. ഈശോ അത് ഇന്നത് ചെയ്താൽ ഇന്നത് തരാമെന്ന് പറയുന്നു, ഇന്നത് ഉണ്ടാവും എന്ന് പറയുന്നു. പ്രാർത്ഥിച്ചോ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് പറയുന്നു, ചോദിച്ചോ ലഭിക്കുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ നിത്യജീവനുണ്ട്, സ്വർഗമുണ്ട്, എൻ്റെ പിതാവിൻ്റെ പക്കൽ അനേകം വാസസ്ഥലമുണ്ട്. അങ്ങനെയൊക്കെ ഈശോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഈശോയുടെ വാക്കുകളെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈശോയെ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിനർത്ഥം. ആ വാക്കുകൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഈശോ നിനക്കിത് കിട്ടാൻ, പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്ത് ചെയ്യണം? നീ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ സ്വർഗം കിട്ടാൻ നീ എന്ത് ചെയ്യണം? ഞാനാകുന്ന വഴിയിട്ട് നടക്കണം. അപ്പോൾ ഈശോ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈശോ വിശ്വസിക്കുക. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസത്തിൽ തന്നെ നിർജീവമാണ്, പ്രവൃത്തിയില്ലാണ്ട് വിശ്വാസമില്ല. അപ്പോൾ അങ്ങനെ ഈശോയെ കാണുക, ഈശോയെ വിശ്വസിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ നിത്യജീവനുണ്ട്, ഉണ്ടാവണം എന്നുള്ളതാണ് പിതാവിൻ്റെ ഇഷ്ടം. അതാണ് ഈശോ പറയുക. ഇനി എന്നിട്ട് പറയാം, അങ്ങനെ ഉള്ളവരെ അന്ത്യദിനത്തിൽ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. ആരോ ഉയർപ്പിക്കുന്നത്? ഈശോ ആണ്. ഞാനാണ് ഉയർപ്പിക്കുന്നത്, ഈശോ പറയുക. അപ്പോൾ ഇനി ഈശോ ദൈവമാണോ എന്നൊരു സംശയമില്ലല്ലോ. ചിലരൊക്കെ പറയാറുണ്ട്, ചിലരൊക്കെ നമ്മോട് ചോദിക്കാറുണ്ട്, ഈശോ ദൈവമാണോ എന്ന് വചനത്തിൽ ഈശോ പറയുന്നുണ്ടോ? ഇത് കൃത്യമായിട്ട് പറയാം, ഞാനാ ഉയർപ്പിക്കുന്നത്. ഈശോ പറയുക, പുത്രനായ ഞാനാ ഉയർപ്പിക്കുന്നത്. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, അപ്പം അതുകൊണ്ട് ഈശോയിൽ വിശ്വസിക്കാൻ, ഈശോയെ കാണാൻ, ഈശോയെ അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.